സമയം ഏകദേശം വൈകുന്നേരം 6:30. ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിശപ്പുണ്ടായിരുന്നു, പക്ഷെ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ചാടി എണീറ്റിട്ട് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ട്, അത് വാഷിംഗ് മെഷീനിലിട്ട് ഇന്ന് എന്നെ ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഹലോ മലയാളീസ്, ഇതിപ്പോൾ വന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ഫ്രം അമ്മാവിലാസം. ഇതൊന്നുമില്ല, എനിക്ക് സ്വെല്ലിങ് ചെറുതായിട്ടുണ്ടായിരുന്നു. ഐ ലവ് വർക്ക്, എനിക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അതിൻ്റെ സ്വെല്ലിങ് ഒന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് ഒട്ടിച്ചുള്ളൂ. ഓക്കെ, ഒരു 7 മിനിറ്റാണ് ഇനി യൂബർ വരാൻ. എവിടെയാണ് പോകുന്നതെന്നല്ലേ. ആക്ച്വലി ഇന്നും ഒരു ബ്രൈഡലിൻ്റെ വർക്ക് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവാണ്. യൂബർ കുറച്ചൊന്ന് ഡിലേ ആവുന്നുണ്ട്. ഓരോ പ്രാവശ്യം ട്രാവൽ ചെയ്യുമ്പോഴും എനിക്കൊരു കാര്യം മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടി ഓടി വരും. ആക്ച്വലി ഞാൻ കൊച്ചിയിൽ വന്നത് എന്തിനാണ്, ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണ്, കാരണം ഒരു നായികയാകണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇപ്പോൾ ഇൻകം വേണം എന്നൊരു തോട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ. പക്ഷേ അതിനിടയിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, യെസ്, ഐ ആം മൾട്ടി ടാലൻറ്റഡ്. എൻ്റെ ഉള്ളിൽ ടാലൻറ്റുകൾ പുറത്തു വരാനും ഇതിനിടയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ് എന്നും വിശ്വസിക്കുന്നു. പക്ഷേ ഐ ഫീൽ സംവെയർ ലൈക്ക് ഞാൻ ആഗ്രഹിക്കുന്നതല്ലല്ലോ എനിക്ക് കിട്ടുന്നത്. ഞാനൊരു 7 മണിയായപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ശ്രുതി ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. യൂബർ അല്ല ബുക്ക് ചെയ്തത്, ചേച്ചിയുടെ സ്വന്തം കാറിൽ തന്നെയാണ് നമ്മൾ പോയത്. ബ്രൈഡ് ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക്. നമുക്ക് ബുക്ക് ചെയ്ത അതേ റൂമിലോട്ടാണ് ബ്രൈഡ് ഡയറക്റ്റ് വരുന്നത്. അവിടെ വെച്ചാണ് മേക്കപ്പും ചെയ്യുന്നത്. ഹായ്, എഗെയിൻ നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ്. അടുത്ത് ഞങ്ങളിപ്പോൾ പോവാണ്, നെക്സ്റ്റ് വർക്കിൽ പോവാണ്. തമ്പിയിലാണ് പോകുന്നത്. ചേച്ചി മേളിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നല്ലേ, അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ അടുക്കളയിലോട്ട് ഒന്ന് കയറി. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി ഇപ്പോൾ ഏകദേശം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങാം അല്ലേ ചേച്ചി? അവിടെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ കുറച്ച് വൈകി, ശരിക്കും വൈകിട്ട് നല്ല വൈകി. ഈ ടൈമിലൊക്കെ ഒന്ന് എത്തി റെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ പ്രാവശ്യവും ഈ പ്രാവശ്യം തന്നെ എല്ലാ പ്രാവശ്യവും തന്നെയാണ് ഇനിയുള്ള വ്ലോഗാണ് ഒതുക്കുന്ന മനസ്സിലായിട്ടാണ് ഒരു ഹോട്ടലിൽ പോയിട്ട് നേരിട്ട് റെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇതെല്ലാം കാര്യം ഓരോരോ കാര്യങ്ങൾ കയറി വരുമ്പോഴത്തേക്കും നമുക്കൊരു പ്രോപ്പർ ടൈമിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റണമെന്നില്ല. പക്ഷെ ബ്രൈഡിൻ്റെ അടുത്ത് നമ്മൾ കറക്റ്റ് എത്തിയിരിക്കും അല്ലേ? അത് ഉറപ്പാണ്. അത് നടക്കാത്ത നടക്കും. അപ്പോൾ ശരി, ഇനിയിപ്പോൾ പോകുന്ന സമയത്ത് ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഹായ് ഹായ്, ഇത് അവിടുത്തെ കോഫി അല്ലേ അമ്മ? ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന സംഭവ സാധനം? ഇത് നമ്മുടെ കാപ്പിക്കുരു അല്ലേ? കാപ്പിക്കുരു പൊടിച്ച കട്ടപ്പനയില കാപ്പി ഞാൻ കുടിക്കട്ടെ. പൊടിയാക്കി ഞാൻ ഇപ്പോഴും. അപ്പം ഇത് നമുക്ക് രാവിലെ ഒരു കപ്പ് കാപ്പി കുടിച്ചാൽ നല്ല എനർജി ആയിരിക്കും. നല്ലതായിട്ട് ഇപ്പൊ നമ്മള് നേരെ അവിടെ പോയിരുന്നിട്ട് കുടിക്കാൻ പോകും. ഞാൻ കാപ്പി എടുത്ത് പുറത്തു പോയി കുടിച്ചു. അമ്മ എനിക്ക് കമ്പനി തന്നു കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി ചേച്ചി റെഡിയായി വന്നു. ഫുഡ് നമുക്ക് കഴിക്കാം, ചേച്ചി കഴിക്കുമ്പോൾ ലേറ്റാവും. അവരൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഇപ്പൊ കഴിക്കാൻ പോവാം. അമ്മ ക്യാമറ കാണുമ്പോൾ ക്യാമറ കാണുമ്പോൾ അമ്മ ഒന്നും ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മളെ കംഫർട്ടാകും. സ്വന്തം അമ്മയെ പോലെ ഫീൽ ചെയ്യും നമുക്ക്. ഒരു അകൽച്ചയില്ല. താങ്ക് യു അമ്മ. ശരി അമ്മ, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വരാം. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഇറങ്ങി, കാരണം നമ്മൾ 4 o'clock ബ്രൈഡിനോട് അവിടെ എത്താൻ പറഞ്ഞത്. കൊച്ചിയിൽ നിന്ന് ഞാനും ശ്രുതി ചേച്ചിയും പോയി സാരി ട്രേപ്പിസ്റ്റ് ഡയറക്റ്റ് ഹോട്ടലിലേക്ക് വരികയായിരുന്നു. ചെറുതായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ കാറിലിരുന്നിട്ട്. അങ്ങനെ അവിടെ റേഞ്ചായി. രാത്രി ആയതുകൊണ്ടാണ് വിഷ്വൽസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാമായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ബാഗെല്ലാം മുകളിൽ വെച്ചതിന് ശേഷം മോസ്റ്റ്ലി ഹോട്ടലിൽ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് മിസ്സായിരുന്നു. പിന്നെ അവിടെ ഫോണും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ലാൻഡ് ഫോൺ. അപ്പോൾ ഞാൻ പോവാം ശ്രുതി ചേച്ചി എന്ന് ഞാൻ പറഞ്ഞു, കാരണം എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ മെയിൻ എൻട്രൻസിലോട്ട് പോയി. ടൗൾസ് വേണം, ഡെൻ്റൽ കിറ്റ് വേണം, പിന്നെ കോഫി പാക്കറ്റ്സ് വേണം. ഇത്രയും സാധനങ്ങൾ ആവശ്യമാണ്. സോ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്.
മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ബ്രൈഡ് എത്തി കേട്ടോ. ബ്രൈഡിനെയും ബ്രൈഡിൻ്റെ ചേച്ചിയാണ് മേക്കപ്പ് ചെയ്യാനുള്ളത്, ഹെയറും ഫേസും. ഹെയർ പാർട്ടീഷൻ എല്ലാം എടുത്തിട്ട് ഹെയർ കേൾ ചെയ്യാനും ഹെയർ സെറ്റ് ചെയ്യാനും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. നാച്ചുറൽ ഹെയർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഹെയർ സ്റ്റൈൽ പ്ലാൻ ചെയ്തത് ബ്രൈഡിൻ്റെ ചേച്ചിക്ക്. ശ്രുതി ചേച്ചി മേക്കപ്പും സ്റ്റാർട്ട് ചെയ്തു. ആരതി സാരി പ്ലീറ്റിംഗ് എല്ലാം അയൺ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. 3 പേരും തിരക്കിലായിരുന്നു. പെട്ടെന്ന് തന്നെ ബ്രൈഡിനെയും ചേച്ചിയെ ഒരുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുട്ടേജൊക്കെ പറ്റുന്നത് പോലെ എടുത്തിട്ടുണ്ട്. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന വധുവിനെ കല്യാണ വസ്ത്രത്തിൽ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് കാണുന്നത് വരൻ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോണ്ടൻ്റാണ് കേട്ടോ. വീഡിയോയിൽ അത് പകർത്തുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ അതൊരു ഫീലാണ്. മൊത്തത്തിലുള്ള ഒരു ലുക്കിൻ്റെ ഒരു റിയാക്ഷനാണ് അവിടെ അപ്പോൾ വരുന്നത്. തീർച്ചയായിട്ടും അവിടെ അവരുടെ പരസ്പരമുള്ള സ്നേഹമുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യത്തിലും റീപ്ലേസ്മെൻ്റ് ഉണ്ടല്ലേ. വിവാഹത്തിൽ റീപ്ലേസ്മെൻറ്റ് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. ഫൈനലായി നമ്മൾ ഒരാളെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ ആ തീരുമാനം അത്ര പെട്ടെന്ന് എടുക്കരുത് എന്നുമാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് ആലോചിച്ച് തന്നെയാണ് നമ്മളൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുത്തതിന് ശേഷം അയാളെക്കാളും ബെറ്ററായിട്ടുള്ള അല്ലെങ്കിൽ ആ പെൺകുട്ടിയെക്കാളും ബെറ്ററായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ കമ്പാരിസൺ പാടില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്. റീപ്ലേസ്മെൻറ്റിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എല്ലാ മനുഷ്യരിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും ശരികളും മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാതെ ഒരു സ്ത്രീയും പുരുഷനെയും റീപ്ലേസ് ചെയ്ത് മറ്റൊരാളെ കൊണ്ടുവരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഏത് നിമിഷവും മാറ്റാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റായിട്ട് ഒരു ലവിനെ കാണുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലായിരുന്നാലും പ്രണയത്തിൻ്റെ കാര്യത്തിലും റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് ആവശ്യമുള്ള പിക്ചേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ട് അല്ലെങ്കിൽ ബ്രൈഡിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ സൗന്ദര്യം ബ്രൈഡിന്റെ? അതെ അതെ. അപ്പോൾ ശരി, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. നെക്സ്റ്റ് ശ്രുതി ചേച്ചിയായിട്ടുള്ള വീഡിയോസ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാം ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെ വരണമെന്ന് തോന്നും. സോ എവരി ബ്രൈഡ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. അപ്പം നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവാം അല്ലേ? അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല? എല്ലാ ബ്രൈഡും ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. നമ്മൾ ആദ്യം ചെന്നിട്ട് ആ ഫ്ലോയിൽ അങ്ങ് പോവാം അല്ലേ? തിരിച്ചു വന്ന് ബാഗെല്ലാം പാക്ക് ചെയ്ത് ക്ലിയറായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചു. ശ്രുതി ചേച്ചി കവിയെ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ കവിയെ എനിക്കറിയാം. അവനെ പരിചയപ്പെട്ട ഒരാളാണ് ഞാൻ. അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ പ്രായം കൊണ്ട് ഞാനാണ് മൂത്തത് കവിയെക്കാളും. പക്ഷേ എക്സ്പീരിയൻസും ഉണ്ട് മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ. കവിക്കാണ് എന്നെക്കാളും എക്സ്പീരിയൻസ്. യാദൃശ്യമായിട്ട് ബ്രൈഡിൻ്റെ വെഡ്ഡിങ് നടക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ പോലും കവിയുടെ വീട് അടുത്താണ്. ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്കൊന്ന് പോയാലോ എന്ന് ശ്രുതി ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു വൈ നോട്ട്. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് കവിയുടെ വീട്ടിലോട്ടാണ്. ഇത് കവിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് അവിടെ പോകാൻ പോവാണ് അല്ലേ ചേച്ചി? പാലക്കാട് കൊണ്ട് വേണം. അപ്പോൾ പിന്നെ കേക്കൊക്കെ ചേച്ചി മേടിച്ചു. ഓക്കെ അല്ലേ? ക്ഷീണമുണ്ട് രണ്ടുപേരും മുഖത്ത്. ഞാൻ ബ്ലോഗ് ഓണാക്കി വെച്ചപ്പോൾ ആക്റ്റീവായതാ. മുഖം കണ്ടറിയാം. അപ്പം ചിരിച്ചു. കവിയുടെ വീട്ടിലെത്തിയതും നേരെ അവൻ നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് കൊണ്ടുപോയത്. കുഴിമന്തി ഭക്ഷണം അറേഞ്ച് ചെയ്ത് വെച്ചു. നമ്മൾ വിളിച്ചു പറഞ്ഞു വരുന്നുണ്ടെന്ന്. നേരെ ശ്രുതി ചേച്ചിക്ക് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ കവിയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കവിയും പറഞ്ഞു ഞാനും കൊച്ചിയിലേക്ക് ഉണ്ടെന്ന്. കവിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കൊച്ചിയിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കവിയും കൂടെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും കൊച്ചിയിലോട്ട് പോകാനായിട്ട് റെഡിയായി ഇറങ്ങി. കവിയുടെ ഫാമിലിയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയെ കണ്ടതുപോലെ ആയിരുന്നു. 24 hours ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഡ്രീമിന് വേണ്ടി എനിക്ക് കൊച്ചിയിൽ നിൽക്കേണ്ടി വരുന്നു. അതിനിടയിലുള്ള ആ ഒരു ഫീലിംഗ് ഇല്ലേ, അതനുഭവിക്കണം. ഒരു ദിവസം എനിക്ക് ചിലപ്പോൾ ഒരു 100 ദിവസം കഴിഞ്ഞതുപോലെ തോന്നാറുണ്ട്. എല്ലാം മാറി മറിയും. അതും ഞാൻ ഇഷ്ടപ്പെട്ട ഡ്രീം അച്ചീവ് ചെയ്തുകൊണ്ട് തന്നെ എന്ന് വിശ്വസിച്ചാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നത് കേട്ടോ. ആണ് ഇതാണ് കവിയുടെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ആ ഉഴുന്ന് വരാം. ഓക്കെ. എന്തുകൊണ്ടാണ് കവിക്ക് ഇത് ഫേവറേറ്റ് സ്പോട്ടായത്? ഈ വെയിലുള്ളതുകൊണ്ടാണോ? ആക്ച്വലി വർക്ക് കഴിഞ്ഞിട്ട് കവിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ
കവിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആക്ച്വലി ഈ പറയുന്നത് പോലെ ഇവിടെ ഇറങ്ങി. പിന്നെ ഇവിടെ നിന്ന് ഇനി ട്രെയിൻ എന്ന് പറഞ്ഞാൽ 8 o'clock ഉള്ളൂ. അപ്പം ഞാൻ പിന്നെ ഇവിടെ ഒന്ന് നിന്നിട്ട് ഒരുമിച്ച് നമ്മൾ കൊച്ചിയിലോട്ട് പോകാമെന്ന് വെച്ചു. കവിക്കും ആക്ച്വലി അവിടെ ഒരു ഷൂട്ടിൻ്റെ മീറ്റിംഗ് ഉണ്ട് മൺഡേ അല്ലേ കവി? കവിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആക്ച്വലി ഈ പറയുന്നത് പോലെ ഇവിടെ ഇറങ്ങി. പിന്നെ ഇവിടെ നിന്ന് ഇനി ട്രെയിൻ എന്ന് പറഞ്ഞാൽ 8 o'clock ഉള്ളൂ. അപ്പം ഞാൻ പിന്നെ ഇവിടെ ഒന്ന് നിന്നിട്ട് ഒരുമിച്ച് നമ്മൾ കൊച്ചിയിലോട്ട് പോകാമെന്ന് വെച്ചു. കവിക്കും ആക്ച്വലി അവിടെ ഒരു ഷൂട്ടിൻ്റെ മീറ്റിംഗ് ഉണ്ട് മൺഡേ അല്ലേ കവി? അപ്പം ഞങ്ങൾ ഈ ഒരു അന്തരീക്ഷം ഒന്ന് ആസ്വദിക്കട്ടെ, ഈ വെതർ ഒന്ന് ആസ്വദിക്കട്ടെ. ഇറ്റ് വാസ് റിയലി നൈസാണ്. ആളുകളും ഭയങ്കര കാമാണ്, എല്ലാവരും ഓരോരോ കാര്യം നോക്കി പോകുന്നു. അതിനാണ് കാംനെസ്. അതിൻ്റെ ഇടയിൽ മനസ്സിലായി. ആർ യു കമ്മിറ്റഡ് ഓർ നോട്ട്? ഐ എം നോട്ട് കമ്മിറ്റഡ് മതിയോ. മറ്റേ ഞാൻ ലൈഫ് ലോങ് ക്രോണിക് ബാച്ചിലർ ആവാൻ പോവാം. അയ്യോ, അപ്പോൾ ഏകദേശമൊക്കെ വേറെ എൻ്റെ പിന്നെ ചിന്താഗതി ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എവിടേക്കൊക്കെ ഒരു സാമ്യമുണ്ട് അല്ലേ? എവിടേക്കൊക്കെ പക്ഷെ എന്നല്ലേ എന്താണ്. അങ്ങനെ കവിയുടെ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്ത് തിരിച്ചെത്തി കേട്ടോ. റൂമിലേക്ക് പോവാം. നല്ല ടയർഡാണ്. അപ്പോൾ ഇവിടെ അടുത്ത വ്ളോഗ് കാണാം. ബൈ മലയാളീസ്. ആക്ച്വലി ഈ വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആക്ച്വലി വീട്ടിലാണ്. ഇവിടെ ഒരു ഞങ്ങളുടെ വീട്ടിലെല്ലാവരും സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമുണ്ട്. അപ്പം അതുള്ളത് കൊണ്ട് ഞാനും അതിൻ്റെ ഭാഗമാവാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നതാണ്. അപ്പം ഞാൻ എല്ലാവരും സന്തോഷിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ ഭാഗമാവും. കാരണം എൻ്റെ വിശ്വാസങ്ങൾ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് അവരെ വിശ്വാസങ്ങളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അപ്പം ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വ്ളോഗിങ് എഡിറ്റിംഗ് ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. എഡിറ്റ് ചെയ്യാൻ അതിൻ്റെതായ ടൈമും കാര്യങ്ങളൊക്കെ വേണം. ഇറ്റ്സ് നോട്ട് ഈസി. ദാറ്റ് ഈസ് ദ പോയിന്റ്. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു ഓൾ ഓൾവേസ്.